എന്തായാലും തോൽവിയോ ജയമോ എന്നല്ല അതില്ല, അതിനപ്പുറത്തേക്ക് സമാധാനം വരുന്നു. നമ്മൾ ഏറെ ദിവസമായി കാത്തിരുന്ന സമാധാനത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു എന്നൊരു ആശ്വാസ വാർത്ത. നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് അമേരിക്ക ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, ഇസ്രായേൽ ഇതിനോട് ഏത് തരത്തിൽ സമീപിക്കും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് നേരത്തെ മധുക്കുട്ടാരൊക്കെ പറഞ്ഞ ഇതൊരു അവസരമായിരുന്നു. ഇനി അമേരിക്ക ഇല്ലാതെ ഇസ്രായേൽ ഒറ്റയ്ക്ക് തുനിഞ്ഞിറങ്ങുമോ അതിന് സാധ്യത കുറവാണ്. കാരണം ഡിമോറിലും അഡോറിലേക്ക് നമ്മൾ ഇന്നലെ, അതായത് ഇസ്രായേലിന്റെ ഏറ്റവും സുരക്ഷാ കോട്ട എന്ന് പറഞ്ഞിടത്തേക്ക് ഇറാന്റെ മിസൈൽ പതിച്ച് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ഇറാന്റെയും ഇസ്രായേലിന്റെ പ്രതികരണമായിരിക്കും. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന് ഏറ്റവും വലിയ നാശനഷ്ടമുണ്ടായത് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ്. അതിന് പിന്നാലെ തന്നെ ഈ രീതിയിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് നൽകിയാൽ അത് പാലിക്കാൻ ഇസ്രായേൽ താല്പര്യപ്പെടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഒപ്പം ഈ വിഷയത്തിൽ ഇറാൻ എന്ത് പ്രതികരിക്കുന്നു, ഇറാന്റെ പ്രതികരണം എന്താണെന്നത് കൂടി വ്യക്തമായി അറിയേണ്ടതുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൽ നിന്ന് 5 ദിവസത്തേക്ക് വിട്ടുനിൽക്കുന്നു എന്നാണ്. ആ രീതിയിൽ ഒരു സമാധാനത്തിലേക്ക് തുടക്കം എന്ന രീതിയിൽ വേണമെങ്കിൽ ഒരു പക്ഷേ ഈ നടപടിയെ കാണാം. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുന്നുണ്ട്. ബൽറാം, വലിയ രീതിയിലുള്ള പ്രതിസന്ധി രാജ്യത്താകെയുണ്ട് എന്ന് പ്രധാനമന്ത്രി അല്പം മുൻപാണ് പാർലമെന്റിനെ അറിയിച്ചത്. ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളെയും ഈ പശ്ചിമേഷ്യൻ യുദ്ധം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് എല്ലാ ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ട്രംപിന്റെ ഈ പ്രസ്താവനയെ അതിൽ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രതികരണം വരുന്നുണ്ടോ? രാജ്യം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ദില്ല സുഹൈൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തി മിനിറ്റുകൾ പിന്നിടും മുമ്പാണ് ഇത്തരത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും താൽക്കാലിക വെടിനിർത്തലിന് ഒരു ആഹ്വാനം വരുന്നത്. പ്രധാനമന്ത്രി തൻ്റെ പ്രസ്താവനയുടെ അവസാനത്തിലായിരുന്നു ഈ ഒരു സംഘർഷത്തിന് ചർച്ചയിലൂടെ മാത്രമേ പരിഹാരമാകൂ എന്നും അതാണ് ഇന്ത്യയുടെ നിലപാട് എന്നും ലോകരാജ്യങ്ങൾ മുഴുവനായും തന്നെ ഒന്നിച്ചു നിന്ന് ഈ മേഖലയിലെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. നേരത്തെ മുതൽ തന്നെ പശ്ചിമേഷ്യൻ മേഖലയിലെ രാഷ്ട്രത്തലവന്മാരുമായി നടത്തിയ ചർച്ചയിൽ താൻ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ശ്രീ മോഹൻ വർഗീസ് വിദേശകാര്യ രത്നം. ശ്രീ മോഹൻ വർഗീസ്, നേരത്തെ ഈ പറഞ്ഞതുപോലെ ആണവ നിരായുധീകരണ ചർച്ച നടക്കുന്നതിനിടെയാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചത്. ഇപ്പോൾ ഈ ആക്രമിച്ചവർ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. എത്രത്തോളം വിശ്വസിക്കാം ഡൊണാൾഡ് ട്രംപിനെ? മറ്റു വഴികളില്ലാതെ ട്രംപ് ഒരു താൽക്കാലിക സമാധാനത്തിൽ നീങ്ങുന്നതായിട്ടാണോ വിലയിരുത്തേണ്ടത്? ആക്രമണം അഴിച്ചുവിട്ടത് ആരോ അവർ തന്നെ ഏകപക്ഷീയമായി വെടിനിർത്തലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു ഏകപക്ഷീയത ഇതിനകത്തെല്ലാം ഒരു ഏകപക്ഷീയത കാണാം. ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ് വെടിനിർത്തൽ. ആക്രമണം ഉണ്ടായി ഒരു 3-ാം ആഴ്ച പിന്നിടുന്ന സമയത്താണ് വെടിനിർത്തൽ ഉണ്ടായത് എന്ന് ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് സ്വാഗതാർഹമാണെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായി ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അന്തരീക്ഷത്തിൽ പറക്കുന്ന കാഴ്ച കാണുന്നു അങ്ങ് അകലെ. അത് ശാശ്വതമാകണമെങ്കിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം കാര്യങ്ങൾ മാറ്റിപ്പറയുന്ന ശീലമുള്ള ഡൊണാൾഡ് ട്രംപ് ഈ വാദത്തിൽ ഉറച്ചു നിൽക്കും, തീരുമാനത്തിൽ സാങ്കേതിക ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.